ശ്രീ ഹാഷിമരിയിൽ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയുടെ ഒരു കഥ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ മാസപ്പടി ഇടപാടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ വലിയ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ നോക്കൂ, ഓട് പൊളിച്ചൊരു സ്പോൺസർ എത്തുകയാണ്. അയാളെ ഇങ്ങനെ അയാൾക്ക് സ്വകാര്യ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ സർക്കാർ സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നു. സുതാര്യമല്ലാത്ത മാർഗങ്ങളിലൂടെ ഈ സ്പോൺസറെ വഴിവിട്ട് സഹായിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് വി അബ്ദുറഹ്മാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു നീക്കം നടക്കുകയാണ്. അന്ന് മെസ്സിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പലരും പറഞ്ഞു മെസ്സി വരാൻ പോകുന്നില്ല. കാരണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരെ കുറിച്ച് നേരത്തെ തന്നെ വലിയ വിവാദങ്ങളുണ്ട്. മുട്ടിൽ മരമുറിയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രതികളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന ഒരു വാഗ്ദാനം വിശ്വസിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായമുയർന്നു. പക്ഷേ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു മെസ്സി വരും എന്ന് പരസ്യമായി പൊതുവേദിയിലടക്കം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടു. ഇപ്പോൾ എന്തു തോന്നുന്നു? ആ മുന്നറിയിപ്പുകളൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ആദ്യം പറയട്ടെ, ചാനലുകൾ തമ്മിലും മീഡിയ തമ്മിലുള്ള ഒരു മത്സരം, ആ മത്സരത്തില് ആളാകാൻ, കക്ഷി ചേരാൻ നമ്മൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. പൊതുവില് ഒരു ജേർണലിസ്റ്റ് എന്താ പറയാ, അസൂയകള്, ജലസികള് കേരളത്തിൽ മൊത്തത്തിലുണ്ട്. വീണ ജോർജ് എന്നൊരു മന്ത്രി വന്നപ്പോ അദ്ദേഹം മുൻ പത്രപ്രവർത്തക എന്ന ഒറ്റ കാരണത്താൽ അവരെ ടാർഗറ്റ് ചെയ്ത ഒരുപാട് മീഡിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാ മീഡിയകൾക്ക് ആരോഗ്യരംഗത്തെ കുറിച്ച് ഒരു അനക്കമില്ല. കാല് മുറിച്ചാലും കൈ മുറിച്ചാലും ഒന്നും പ്രശ്നമല്ല. അതേപോലെ തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മീഡിയ പ്രവർത്തകൻ MP ആയി മാറിയപ്പോഴും ഒരു കൂട്ടമായ അറ്റാക്ക് നടക്കുന്നുണ്ട്. കേരളത്തിലെ ചാനലുകള് അവരുടെ പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അതിനിടയിലേക്ക് ഇടതുപക്ഷത്തിന്റെ തലയും കൂടെ കൊണ്ടുവെക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രശ്നത്തിൽ 1 രൂപയുടെ നഷ്ടം പോലും ഉണ്ടായിട്ടില്ല എന്നത് അടിവരയിട്ട് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. നഷ്ടം ഉണ്ടായിട്ടെന്ന് ആർക്കും പറയാനും കഴിയില്ല. പിന്നെ കായിക വകുപ്പ് മന്ത്രിയാണ് ഇന്ന് പറയുന്നത് സർക്കാരിന് ധനനഷ്ടം ഉണ്ടായിട്ടാണ്. ഏത് ധനനഷ്ടം ഉണ്ടായത്? നേരത്തെ ഇവിടെ ശ്യാംരാജ് പറഞ്ഞു അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനങ്ങൾ കായിക വകുപ്പ് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അവിടെ 85 ലക്ഷം രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം 85 ലക്ഷം രൂപയുടെ നേട്ടമുണ്ടായതാണ് ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ നടന്ന സംവിധാനം. പിന്നെ മറ്റൊന്ന്, കായിക മന്ത്രി അബ്ദുറഹ്മാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹം പറയുന്നത് കായിക വകുപ്പ് സെക്രട്ടറി, കായിക ഡയറക്ടർ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടാണ് AFIയുമായിട്ട് ചർച്ച നടത്താൻ പോയത്. AFIയുമായിട്ട് ആശയവിനിമയം നടത്തിയത്. തുടർന്നാണ് സ്പെയിനിലേക്ക് അദ്ദേഹം പോകുന്ന മാഡ്രിഡിൽ വെച്ച് അവരുമായി ചർച്ച നടത്തിയത്. അർജന്റീന സോക്കർ സ്കൂളുകൾ കേരളത്തിൽ തുടങ്ങുക, കായിക പരിശീലന അക്കാദമികൾ ആരംഭിക്കുക, നമ്മുടെ കോച്ചുമാർക്ക് പരിശീലനം നൽകുക തുടങ്ങിയ കാര്യങ്ങളും ആ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ വേണ്ടി മാത്രമല്ല മന്ത്രി പോയത്. ലാലിഗ, സ്പെയിൻ ഹയർ സ്പോർട്സ് കൗൺസിൽ എന്നിവരുമായി സഹകരിക്കുന്നതിനും ചർച്ച നടത്തി. കായിക വൈദഗ്ധ്യ വികസനം, സ്പോർട്സ് സയൻസ്, സ്പോർട്സ് റിസർച്ച്, കായികമേഖലയുടെ ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ വിഷയങ്ങളിലും സ്പെയിൻ ഹയർ സ്പോർട്സ് കൗൺസിലുമായി കൂടിയാലോചന നടത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സാങ്കേതിക സഹായം, സ്പോർട്സ് സ്കൂൾ കരിക്കുലം പരിഷ്കരണം, പാരാ ഫുട്ബോൾ സാമ്പത്തിക സഹായം തുടങ്ങിയ വിഷയങ്ങൾ അവർ പരിഗണിക്കാൻ സമ്മതിച്ചു. ഇതൊക്കെ മെസ്സി വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ടാണ് മന്ത്രി കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. 2023 സംസ്ഥാനം കൊണ്ടുവന്ന കായിക നയത്തിലെ പ്രധാന നിർദ്ദേശമാണ് കായിക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. ആ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടി തന്നെയാണ് ഇതുപോലെയുള്ള കായിക പരിപാടികൾ കേരളത്തിൽ ആവിഷ്കരിക്കാൻ ഗവൺമെന്റ് നിയമം. ശ്രീ ഹാഷിമരിയിൽ, ഈ മന്ത്രി സ്പെയിനിൽ പോയത് ആര് ക്ഷണിച്ചിട്ടാണ് പോയത്? ആരുടെ ചെലവിലാണ് പോയത്? ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപ ചെലവായി എന്നാണല്ലോ അന്ന് വന്ന കണക്കുകളൊക്കെ പറയുന്നത്.
ഈ അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ അബ്ദുറഹ്മാൻ സ്പെയിനിൽ പോയി. ഉദ്യോഗസ്ഥ സംഘവും കൂടെ പോയിട്ടുണ്ട്. ആര് ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം പോയത് എന്നൊന്ന് പറയാമോ? അദ്ദേഹം ആരുമായിട്ടാണ് അവിടെ ചർച്ച നടത്തിയത്? ആ ചർച്ച നടത്തിയവരുമായിട്ട് ക്ഷണിക്കാതെ അങ്ങോട്ട് പോവില്ലല്ലോ. കേരളത്തിലൊരു മന്ത്രിയല്ലേ. ഒരു മന്ത്രി വിദേശയാത്ര നടത്തുന്നതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റുന്ന കാര്യമാണോ വിദേശത്തേക്ക്? വിദേശത്തേക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ആകെ മന്ത്രിക്ക്? തെളിവുകൾ ഒന്ന് തെളിയിച്ചാൽ മതി. താങ്കൾ പറയുന്ന ഈ തെളിവുകൾ എന്ന് പറയുന്ന താങ്കൾ പറയുന്ന ചില രേഖകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടില്ല. ആകെയുള്ള തെളിവുകൾ മന്ത്രിയുടെ ഓഫീസും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ഇമെയിലുകൾ മാത്രമാണ്. ഈ ഇമെയിലുകളാകട്ടെ വളരെ കൃത്യമായി സ്പോൺസറെ സംരക്ഷിക്കാൻ, സ്പോൺസറെ തൃപ്തിപ്പെടുത്താൻ, അവർക്ക് ചില ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനുള്ള വിധത്തിലുള്ള ചില ഇമെയിലുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു കാര്യം, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിലെ ഒരു മന്ത്രി വിദേശയാത്ര നടത്തുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ സ്റ്റേറ്റ് മാത്രം നിയന്ത്രിച്ചിട്ട് പോകുന്ന ഒരു കാര്യമല്ല. മന്ത്രി സന്ദർശനം നടത്തുമ്പോൾ 2 PS കൂടെ പോയി. അവർ പോയി വന്നിട്ട് ആകെ 14 ലക്ഷം രൂപയെ ചെലവായിട്ടുള്ളൂ ഈ കാര്യങ്ങൾക്കൊക്കെ അവർ പോയിട്ട്. അത് എന്തിനാണ് പോയത് എന്ന് മന്ത്രി വ്യക്തമായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ മന്ത്രിമാരുടെ ചെലവ് ഇത് മാത്രമൊന്നുമല്ലല്ലോ. മന്ത്രിമാരുടെ വിദേശയാത്ര ഇതിനേക്കാൾ കൂടുതൽ ചെലവാക്കിയ ആളില്ലേ? ആരോഗ്യരംഗത്തിന് ചെലവാക്കിയ ആളില്ലേ? 9 കോടി രൂപയോളം ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയ മുൻമന്ത്രിയുള്ള നാടാണ് കേരളം. അതും 10 വർഷങ്ങൾക്ക് മുന്നേ. അതൊക്കെ കണ്ട കേരളത്തിന്റെ സ്പോർട്സ് സംവിധാനത്തെ തെര്യപ്പെടുത്തുന്നതിന് വേണ്ടി പോയ ഒരു യാത്രയെക്കുറിച്ച് കേവലം 14 ലക്ഷം, നിങ്ങൾ പറയും കേവലം എന്ന് പറയുമ്പോൾ അത് ചെറുതായി കാണുന്നു എന്നല്ല. പക്ഷെ ഒരു മന്ത്രിയുടെ വിദേശയാത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു യാത്ര എന്ന നിലക്ക് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ നമുക്കറിയാം, വിദേശ രാജ്യത്തുള്ള മുഴുവൻ ഇത്തരത്തിലുള്ള മാച്ചുകൾക്ക് വരുന്ന ടീമുകൾ അതൊന്നും സർക്കാർ സംവിധാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ക്ലബ്ബുകളും സംവിധാനങ്ങളും സ്വകാര്യ സംവിധാനങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളാണുള്ളത്. അത്തരം ക്ലബ്ബുകളുമായി കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധ്യമല്ല. അവിടെയാണ് സ്പോൺസറെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. ആദ്യം തന്നെ ഇതിനു വേണ്ടി തയ്യാറായ ബ്രോഡ്കാസ്റ്റിംഗ് ടീമിനെ അല്ലല്ലോ ഇതിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യം 2 പേർ അപേക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ആ അപേക്ഷ വന്നവരുടെ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് പറ്റാതെ വന്നപ്പോഴാണ് മൂന്നാമതൊരാളെ കണ്ടെത്തുന്നത്. ആ മൂന്നാമതൊരാൾ അയാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നത് ഗവൺമെന്റ് അന്വേഷിച്ചിട്ട് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കട്ടെ.